വാഴക്കൂമ്പ് തോരൻ്റെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. അതിനായി കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകിയതിന് ശേഷം കുക്കറിൽ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. വാഴപ്പഴത്തേക്കാൾ കൂടുതൽ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണല്ലോ വാഴക്കൂമ്പ്. വിറ്റാമിൻ എ, സി, ഇ തുടങ്ങിയ വിറ്റാമിനുകളുടെ സമ്പന്ന ഉറവിടമാണ് വാഴക്കൂമ്പ്. പൊട്ടാസ്യം, ഫൈബർ എന്നീ പോഷകങ്ങളും ഇതിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ചെറുപയർ വേവുന്ന സമയം കൊണ്ട് കൂമ്പ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പയർ വെന്ത് ഉടഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ, വറ്റൽമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഇത്രയും കൂടി എടുത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു മൺചട്ടിയാണ് ഞാനിവിടെ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ചട്ടി ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഒരു വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. 2-3 പ്രാവശ്യം ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വാഴക്കൂമ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പിൻ്റെ പച്ചച്ചോവ മാറുന്നത് വരെ ഒന്നുകൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂമ്പ് തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അടുത്തൊരു വീഡിയോയുമായി കാണും വരേക്കും താങ്ക് യു.